ഗൈസ് കുറച്ച് നിമിഷങ്ങൾക്ക് കേക്ക് മുറിക്കാം. അപ്പം നമുക്ക് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ റെഡി ആയിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന്. വേറെ എങ്ങുമല്ല, ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്ന സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്കൊക്കെ ഓർഡർ ചെയ്തേപ്പോണ്ട് അത് മേടിക്കാൻ വേണ്ടി കടയിൽ പോവുകയാണ്. അപ്പോഴായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത് ഗൈസ്. ഞാൻ DC പാസ്സായി. അപ്പം അതിൻ്റെയൊക്കെ സന്തോഷം ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം നമുക്ക് കേക്ക് മേടിക്കാൻ പോയാലോ? ഇപ്പം തന്നെ സമയം ഒരുപാടായി. അപ്പം ഞാൻ കേക്ക് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കി നമുക്ക് കാണാം ഗൈസ്. ഞാൻ ഇറങ്ങുവാണ്. അങ്ങോട്ട് കടയിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്ത ഷോപ്പിലെത്തി. ഇവിടെയാണ് നമ്മൾ ഓർഡർ കൊടുത്തേക്കുന്നത് തന്നെ. ഇവിടെ പുതിയതായി തുടങ്ങിയ ഒരു ഷോപ്പാണ്. അതും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ്. അത് ഏത് കേക്കായാലും അങ്ങനെ തന്നെയാണ്. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ. അപ്പം എൻ്റെ വീടിന് കുറച്ച് അപ്പുറമുള്ള ഒരു കേക്ക് ഷോപ്പാണ്. കേക്ക് മാത്രമുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കേക്കിന് ഓർഡർ കൊടുത്തു. അതും സ്ട്രോബെറി ആയിരുന്നു ഓർഡർ കൊടുത്തത്. സ്ട്രോബെറിയുടെ കൂടെ അപ്പോൾ കിവി ആയിരുന്നു അവർ തന്നത്. അപ്പം ഞാൻ പറഞ്ഞു മെർജ് ചെയ്യണമെന്ന്. അങ്ങനെ സ്ട്രോബെറിയും കിവിയും കൂടെ മെർജ് ചെയ്തിട്ട് 2 kg ആക്കി. അപ്പം ആ കേക്കാണ് ഞാൻ മേടിക്കാൻ വന്നത്. അവർ എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 6:30 വരാൻ പറഞ്ഞത് ഞാൻ 7 മണിയായിപ്പോയി എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ലൈവായിട്ട് അവർ പേരെഴുതാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ കേക്ക് ലൈവായിട്ട് പേരെഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ അവിടെ ലൈവായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ കേക്ക്. ഫൈനലി ആ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് സ്ട്രോബെറിയും കിവിയും കൂടി മെർജ് ചെയ്തിട്ടുള്ള കേക്ക്. അങ്ങനെ അത് പാക്ക് ചെയ്യുവാണ്. പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആ ചേട്ടൻ പറഞ്ഞത് 2 kg ആണ്. ഒറ്റയ്ക്ക് കൈ തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഒരാളും കൂടെ വേണമെന്ന് പറഞ്ഞു. സ്കൂട്ടറിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത് തന്നെ. അപ്പം കൈ തരത്തില്ലെന്ന് പറഞ്ഞു. ഡാമേജ് ആയി പോവും സ്കൂട്ടറിൽ വെക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് പിന്നെ എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ച് ആ ചേട്ടനും കൂടെ എന്നെ സഹായിച്ചു സ്കൂട്ടർ വെക്കാൻ. പക്ഷെ പറ്റിയില്ല. സ്കൂട്ടർ ഇരിക്കുന്നത് പോലും ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ ഓട്ടോ പിടിച്ചായിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുപോയത് തന്നെ. ഗായ്സ്, അങ്ങനെ ഞാൻ കൊട്ടുവാടെത്തി. ഇനിയിപ്പം എന്താ കേക്ക് മുറിക്കണം. അവിടെ ചെന്നപ്പോഴും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഇക്കായുടെ ഫ്രണ്ടും കൂടെ ഡെക്കറേറ്റ് ചെയ്യായിരുന്നു. അപ്പം നമ്മൾ 12 മണിക്കായിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇക്കായ ഏർപ്പാടാക്കിയൊക്കെയാണ് സർപ്രൈസ് കൊടുക്കാൻ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇക്ക നടക്കുവാണ് ഡെക്കറേഷനും കാര്യങ്ങളും. അപ്പം ഇക്കായുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും ആ ചേച്ചിയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും കറക്റ്റ് രാത്രി 12 മണിക്ക് നമ്മൾ മുറിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് 12 മണിക്ക് കാണാം. ഗൈസ്, ഇതാണ് എൻ്റെ ഉമ്മിയും ഉമ്മിയുടെ ചേട്ടത്തി. ഇത് ഷൈനാമ, ഇത് എൻ്റെ ഉമ്മി. ഇവരാണ് എൻ്റെ 2 ഉമ്മമാർ. അപ്പം ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബർത്ത്ഡേക്കാരൻ പുറത്ത് പോയേക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഗൈസ്. എന്തായാലും 12 മണിക്കായിരുന്നു കേക്ക് കട്ടിങ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പവും ബീഫ് ഫ്രൈ ആയിരുന്നു കഴിക്കാനുള്ളത്. അതും ഷായദാമ്മയുടെ വക സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആയിരുന്നു. അങ്ങനെ അതായിരുന്നു ഞാൻ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം അലങ്കാരമൊക്കെ നടക്കുവാണ്. ബലൂണൊക്കെ ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടു. ഇതൊക്കെ അലങ്കരിച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. സെറ്റ് ആക്കട്ടെ. അപ്പം 12 മണിക്ക് നമുക്ക് കാണാം. അങ്ങനെ 12 മണിക്കുള്ള പരിപാടിക്ക് 7 മണിക്ക് തുടങ്ങിയതാണ്. ഒന്നും ആയിട്ടില്ല. ഞാനാണെങ്കിൽ അവിടെ പോസ്റ്റ് ആയി ഇരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബലൂൺ പിടിക്കാൻ വേണ്ടി തന്നു. ഞാനാണെങ്കിൽ അവിടെ ബലൂൺ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴായിരുന്നു അപ്പുറത്തെ സർപ്രൈസ് കൊടുക്കാനുള്ള ചേച്ചി വന്നത്. അപ്പം ആ ചേച്ചിയും കൂടെ ഞങ്ങളെ സഹായിച്ചു. ആ ചേച്ചിയാണെങ്കിൽ അറിയുന്നില്ല സ്വന്തം ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരുക്കുന്നതെന്നൊന്നും. ആ ചേച്ചി വിചാരിച്ചു എൻ്റെ ഇക്കയ്ക്ക് വേണ്ടിയാണ് ഒരുക്കുന്നതെന്ന്. അപ്പം അതൊക്കെ ഒരുക്കുവാണ് ഗൈസ്. അതുകൊണ്ട് ഇക്കയുടെ ഫ്രണ്ട്സും ഇക്കായും ഒക്കെ ചേർന്നായിരുന്നു ഒരുക്കുന്നത് തന്നെ. അങ്ങനെ അതൊക്കെ ഒരുക്കി സെറ്റാക്കുവാണ് അവർ. ഗായ്സ്, ഫൈനലി നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു 11:30 ആയപ്പോൾ തന്നെ കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അരമണിക്കൂർ വെയിറ്റ് ചെയ്യുവാണ്. ഗായ്സ്, കുറച്ച് നിമിഷങ്ങൾക്ക് കേക്ക് മുറിക്കാം. അപ്പം നമുക്ക്
ഗായ്സ് അപ്പം നമ്മുടെ 9:33 അപ്പം ഇനി കുറച്ച് മണിക്കൂറേ ഉള്ളൂ ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങാൻ. നമുക്ക് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം കറക്റ്റ് 12 മണിക്ക് നമുക്ക് സെലിബ്രേഷൻ ആരംഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കാണാം. ഗായ്സ് 9:33 അല്ല കേട്ടോ, 11:33. ഞാൻ ഉറക്കച്ചിവത്തിയിലായതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് 9:33. പിന്നെ ആദ്യം 11:50 ആയപ്പോൾ തന്നെ ഇക്കാടെ കേക്ക് കട്ടിങ് നടത്താമെന്ന് വിചാരിച്ചു. കാരണം ഇക്കാടെ ബർത്ത്ഡേ കഴിയാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാടെ കേക്ക് കട്ടിങ് ആദ്യം നടത്തിയത്. അപ്പം കേക്കൊക്കെ ഞങ്ങൾ സെറ്റാക്കാൻ വേണ്ടി എടുത്തപ്പോഴായിരുന്നു എൻ്റെ കേക്കിൻ്റെ, ഞാൻ കൊടുത്ത കേക്കായിരുന്നു. അപ്പോൾ ആ കേക്കിന് ചെറുതായിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടുവരുന്ന വഴിക്കെങ്ങാണ്ട് പറ്റിയ മിസ്റ്റേക്കാണ്. അപ്പം ചെറുതായിട്ട് ഡാമേജ് പറ്റി. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ട് നിന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി. പിന്നെ 11:50 ആയപ്പോൾ തന്നെ കേക്ക് കട്ടിങ് ചെയ്തു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം കൊടുത്തത് ഷായനാമാക്കായിരുന്നു. ഷായനാമാക്ക് കഴിഞ്ഞിട്ട് ഉമ്മിക്ക്, പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തത് തന്നെ. അത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ കേക്ക് മുറിക്കാൻ വേണ്ടി റെഡിയായി നിന്നു. രണ്ടാമത്തെ കേക്ക് എന്ന് പറയുമ്പം ഇക്കാടെ ഫ്രണ്ടെങ്ങാണ്ട് കൊറിയർ വഴി അയച്ചു കൊടുത്തതാണ് രണ്ടാമത്തെ കേക്ക്. അപ്പോൾ ആ കേക്ക് കട്ടിങ് ചെയ്യാൻ നിന്നു. അങ്ങനെ ആ കേക്ക് കട്ട് ചെയ്ത് ആദ്യം കൊടുത്തത് ഷായദാമ്മക്കായിരുന്നു. അങ്ങോട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്തു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി മൂന്നാമത്തേത് നമ്മുടെ സർപ്രൈസ്. അപ്പോൾ സർപ്രൈസിനുള്ള തയ്യാറെടുത്ത് കഴിഞ്ഞു. സർപ്രൈസ് കറക്റ്റ് 12 മണിയായപ്പോൾ തന്നെ നമ്മൾ കൊടുത്തു. അതിൻ്റെ ആദ്യത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പം നമ്മുടെ സർപ്രൈസ് എത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു? ഞങ്ങളുടെ സമയം രണ്ടും ഉണ്ട്. ഒരു കയ്യില് വീഡിയോ, ഒരു കയ്യില് ക്യാമറയാ. എനിക്ക് ഫോട്ടോ ഇല്ലല്ലോ. വീഡിയോ കോളാ. ഇതെന്തുവാ, ഫിൽറ്ററാ? അത് അങ്ങനെ കിടക്കുന്നേ? എന്നാ കാണാവോ? ഗായ്സ്, ഇതാണ് കേക്ക്. ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അമ്മച്ചിയുടെ ഹസ്ബൻഡിന് ഓർഡർ ചെയ്ത് ആയിരുന്നു. അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. Ready, 1, 2, 3, start. Happy birthday to you. Happy birthday to you. Happy birthday to you. ആദ്യം ഇങ്ങോട്ട് കാണിച്ചോ ആദ്യം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിരുന്നു. ചേച്ചിയുടെ ചേട്ടൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അതും സർപ്രൈസ് ആയിരുന്നു. ചേച്ചി അറിയാതായിരുന്നു അവർ വന്നത് തന്നെ. അങ്ങനെ അവരൊക്കെ വന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ബാക്കി കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ സെലിബ്രേഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഗൈസ്. കാരണം എൻ്റെ വീട്ടിൽ പോകാനും എനിക്ക് ടൈമായി. ഇപ്പം തന്നെ 12:15 ആയി. അപ്പം ഇനി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. കേക്ക് കഴിച്ച് കഴിഞ്ഞ് അപ്പം ഗായ്സ്, എന്താ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വന്ന് ഇപ്പം തന്നെ 12:45 അർദ്ധരാത്രി 12:45. അപ്പോൾ ഇനി കിടന്നൊന്ന് ഉറങ്ങണം. 3 കേക്ക് കഴിച്ചിട്ട് ഇങ്ങനെ മത്തി പിടിച്ചിരിക്കുകയാണ്. ഞാൻ ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് ഡയറ്റൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഞാനിപ്പം ഡയറ്റ് എടുത്തിട്ട് കഴിച്ചപ്പം തലയ്ക്കൊക്കെ ഒരുമാതിരിയൊക്കെ. അപ്പോൾ ഒന്ന് കിടന്നാൽ ഇനി മാറും. ഒന്ന് കിടക്കണം. എന്നിട്ട് രാവിലെ വെളുപ്പിന് നിസ്കരിച്ചിട്ട് ജിമ്മിലൊക്കെ ഒന്ന് പോകണം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അതിൻ്റെ സന്തോഷവും പിന്നെ എൻ്റെ ഇക്കയുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെയൊക്കെ സന്തോഷമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.